ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ ഒരു കുക്കർ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കൂടെ ഞാൻ പച്ചമഞ്ഞൾ ഒരു 3 എണ്ണം കൂടെ ചേർത്ത് ചതച്ചാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് തൈര്, 1 സ്പൂൺ ഗരം മസാല, അല്പം മല്ലിയില, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, ഇത് രണ്ടും കൂടെ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സ്പൈസസ്, അതായത് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് 1 സവോള, ഒരു വലിയ സൈസ് സവോളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് നൈസായി അരിഞ്ഞുകൂടെ ചേർത്ത് ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1 തക്കാളി കൂടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്നുകൂടി വഴറ്റുക. തക്കാളിയും കൂടെ വഴന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ആ ചിക്കനിൽ ഇട്ടിരിക്കുന്ന മസാലകളല്ലാതെ വേറെ ഒരു എക്സ്ട്രാ മസാല നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ആ ചിക്കൻ കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റി ഏകദേശം ഒരു 3-4 മിനിറ്റോളം നന്നായി കുക്കറിലിട്ട് ആ ചിക്കൻ വഴറ്റുക. അപ്പോഴേക്കും ഏകദേശം ഒരു 1/4 ഭാഗം ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാകും. കുറച്ച് മല്ലിയില കൂടി ഒന്നുകൂടെ ഇട്ട് ഒന്നുകൂടെ ഇളക്കി അതിന് മുകളിലേക്ക് നമുക്കിനി അരിയിടാം. ഞാനിവിടെ അരി എടുത്ത് വെച്ചിരിക്കുന്നത് 1.25 കപ്പ് ജീര റൈസാണ്. അത് ഞാൻ സോക്ക് ചെയ്തിട്ടില്ല, കഴുകി ഊറ്റി മാറ്റി വെച്ചിരിക്കുന്നതാണ്. ആ അരി കൂടി ഇട്ട് അതിൻ്റെ മുകളിലേക്ക് 1.25 കപ്പ് തന്നെ വെള്ളം, ചൂടുവെള്ളം കൂടി ഇട്ട് അരിക്ക് വേണ്ടതായ ഉപ്പ്, ഏകദേശം ഞാൻ ഇതിനകത്തൊരു 3/4 സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. അതും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് നമുക്ക് 1 മിനിറ്റ് വിസിൽ കൊടുക്കാം. ആദ്യം ഒരു 1 മിനിറ്റോളം നമ്മൾ ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലും ഇട്ട് ഒരു വിസിൽ കൊടുക്കാം. വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് കുക്കർ തുറക്കാതെ പ്രഷർ പൂർണ്ണമായി മാറി ഏകദേശം ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. സ്വാദിഷ്ടമായ സോഫ്റ്റായ കുക്കർ ചിക്കൻ ബിരിയാണി റെഡിയായി. മുകളിൽ അല്പം കൂടെ മല്ലിയിലയിട്ട് ഒന്നുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി വീണ്ടും നമുക്ക് അടുത്ത ചാനൽ കാണാം. അതുവരേക്കും